ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന് ഇന്ന് തുടക്കമാവുകയാണ്. ബർമിംഗ്ഹാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ കളിയിൽ പിച്ചിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സിനിമാ കഥ പോലെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഓരോ ദിവസവും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നതാണ് പിച്ച് എന്നാണ് എക്സ്പെർട്ടുകളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത്. തുടക്കത്തിൽ പേസ്, മധ്യത്തിൽ ബാറ്റിംഗ്, അവസാനം സ്പിൻ. ക്രിക്കറ്റ് എത്ര മനോഹരമായ നാടകമാണെന്ന് വീണ്ടും തെളിയിക്കുന്നതായി ഈ പിച്ചിൻ്റെ മാറ്റങ്ങൾ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. എല്ലാവരും ക്ഷമിക്കുക. കഴിയുമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതൊക്കെ വീഡിയോയായി തന്നെ വരുന്നതാണ്. നമുക്കപ്പോൾ ഈ പിച്ചിൻ്റെ കഥയൊന്ന് നോക്കിയാലോ. ഓരോ ദിവസത്തെയും 1 മുതൽ 5 ദിവസത്തെയും പിച്ചിൻ്റെ സ്വഭാവം കൃത്യമായുള്ള വിശദീകരണം നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നതാണ്. മത്സരത്തിൻ്റെ ആദ്യ ദിനം ടോസ് നിർണായകമാകാൻ സാധ്യതയുണ്ട്. ടോസ് കിട്ടുന്നവർ ബൗളിംഗ് എടുക്കുവാനാണ് സാധ്യത. കാരണം ആദ്യ ദിവസം പിച്ചിൽ ഈർപ്പമുണ്ടാകും, ആകാശം മേഘാവൃതമാകും എന്നൊക്കെയാണ് ഒരു സൂചന നൽകുന്നത്. അതോടുകൂടി പന്തിനെ സ്വിങ്ങും ബൗൺസും ലഭിക്കും. ഇതാണ് പേസർമാർക്കുള്ള അവസരം, അല്ലെങ്കിൽ പേസർമാരുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ടെസ്റ്റിലെ ദിവസം. ഇന്ത്യക്ക് മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ ഇല്ലാത്തതിൻ്റെ പേരിൽ ഹർഷദീപ് സിംഗിനെ പോലുള്ള മികച്ച പേസർമാരുണ്ട്. ടോസ് ജയിച്ചവർക്ക് ബൗളിംഗ് ചെയ്യണമെന്നായിരിക്കും യുക്തി. 2-3 ദിവസങ്ങളിലെ കാര്യം വന്നാൽ തികച്ചും വ്യത്യസ്തമാകും. 2-ാം ദിവസവും 3-ാം ദിവസവും സൂര്യൻ തെളിയുമെന്നും പിച്ച് മെല്ലെ മെല്ലെ ബാറ്റർമാർക്ക് അനുകൂലമാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒരു ബാറ്റിംഗ് പാരഡൈസായി പിന്നീട് പിച്ച് മാറുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ആദ്യ ഇന്നിങ്സിൽ 300 മുതൽ 330 റൺസ് വരെയാണ് സാധാരണയായി ഈ പിച്ചിൽ ടെസ്റ്റ് ടീമിൽ അടിക്കുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റർമാർക്ക് ഒരു സുതാര്യമായി മെല്ലെ മെല്ലെ അത് നല്ലൊരു സ്കോറിലേക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന അനുകൂല ഘടകമാണ് എഡ്ബാസ്റ്റണിലേത്. എന്നാൽ 4-5 ദിവസങ്ങളിൽ പിച്ചിൻ്റെ ഗതിയാകെ മാറും എന്നാണ് പിച്ച് റിപ്പോർട്ട്. 4-5 ദിവസങ്ങളിൽ ബൗളർമാർക്ക്, അതായത് പ്രത്യേകിച്ച് സ്പിൻ ബൗളർമാർക്ക് ഒരു കരുത്തു പകരുന്ന, അവർക്കൊരു ടേൺ ലഭിക്കുന്ന ഒരു പിച്ചായി മാറുക. അത് ചെറിയ ചെറിയ വിള്ളലുകൾ പിച്ചിൽ രൂപപ്പെടുകയും പതുക്കെ പൊടിപടലങ്ങളൊക്കെയായി കാലാവസ്ഥ ചൂടുപിടിക്കുന്നതോടുകൂടി പിച്ചിനും അത് ബാധിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതിവിടെ കളി മാറും. ശരിക്കും പറഞ്ഞൊരു കഠിനമായ ടെസ്റ്റ് മാനസികത വേണം എല്ലാ ടീം അംഗങ്ങൾക്കും. അതായത് ഒരു 2020 മത്സരമോ ഏകദിനമോ കളിക്കുന്നത് പോലെയല്ല, ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്ന ആ ഒരു ബുദ്ധിയോടെ, ആ ഒരു ക്ഷമതയോടെ, ആ ഒരു കായികക്ഷമതയോടെ നിന്നാൽ മാത്രമേ മത്സരത്തിൻ്റെ 4-5 ദിനങ്ങളിൽ ടീമിനെ മത്സരം സ്വന്തമാക്കണമെങ്കിൽ സാധിക്കുകയുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. മറ്റേ ഷൊഹൈബ് ബഷീർ എന്നൊരു സ്പിന്നറുണ്ട് ഇംഗ്ലണ്ടിന്, അദ്ദേഹം ഇറങ്ങാനാണ് സാധ്യത. ഏതായാലും കഠിനമായ വെല്ലുവിളികളാണ്. എല്ലാം വെച്ച് നോക്കിയാൽ ഈ പിച്ചൊരു സിനിമ പോലെ തന്നെയാണ്. അതായത് ട്വിസ്റ്റുകളുടെ ഒരു കലവറയാണെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഒരു ചെറിയ പിച്ചിനെ പറ്റിയുള്ളൊരു ചെറിയ വിവരണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതുതായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള കളി ഏകദേശം 3:30 ഇന്ത്യൻ ടൈം, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ തുടങ്ങുന്നതാണ്. ബാക്കി നമുക്ക് കളി കണ്ട് തീരുമാനിക്കാം. വീഡിയോയിലുണ്ടാകുന്ന ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങളെ ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.